ഷാബാ മാസം 1-ാമത്തെ രാത്രി സൂറത്ത് ദുഖാനിലെ ആദ്യത്തെ 8 ആയത്ത്, നമ്മളിപ്പോൾ സൂറത്ത് ദുഖാൻ ഓതുന്നില്ലേ, അതിൽ 8 ആയത്ത് റബ്ബുക്കും റബ്ബു മനസ്സിലാക്കണേ, ആബായിക്കുമുൽ അവ്വലീൻ. ആ 8 ആയത്ത് യശാ നിസ്കാരത്തിന് ശേഷം, അന്ന് നിസ്കരിച്ച് ഉടനെ തന്നെ പോകണമെന്നില്ല, സൗകര്യത്തിന് ഒതെടുത്തിട്ട് കിബിലക്ക് മുന്നിട്ടിരുന്നിട്ട് 15 പ്രാവശ്യം ഓതുക. പ്രാവശ്യം എന്നിട്ട് 15 അല്ലാണ്ട് 15 8 പ്രാവശ്യമല്ലേ, അങ്ങനെ ചില മനസ്സിലാക്കിയിട്ടുണ്ട്. 8 ആയത്ത് 15 ദിവസം ഓതിട്ട് നമ്മൾക്ക് മുഹിമായ കാര്യം ഉണ്ടല്ലോ, അത്യാവശ്യം എല്ലാ കാര്യം പറഞ്ഞു, അതിനോട് അള്ളാഹുവിനോട് നല്ലോണം അങ്ങ് ദ്വാരക്കുക. 15-ാമത്തെ രാത്രി വരെ, അതായത് ബറാത്തിന്റെ അന്ന് രാത്രി വരെ, ബറാത്തിന്റെ അന്ന് രാത്രി അത് 30 പ്രാവശ്യം പറഞ്ഞാൽ ഫത്തറൽ അജായിബാണ്, നിന്റെ മുറാദുകൾ ആസലാകുന്നതിൽ അത്ഭുതങ്ങൾ നിനക്ക് കണ്ടേക്കാമെന്ന് ഇമാം യാഫീനെ പോലത്തെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വേണമെന്ന ആൾ ചെല്ലിക്കോ, നാട്ടിൽ വിളിച്ച് പറഞ്ഞോളൂ, ഇന്നെ വിളിച്ചു നാളെ പറഞ്ഞു, കാരണം നാളെ രാത്രി മയക്കാം, നമുക്കറിയില്ല. എല്ലാവരും ചെല്ലും. ബൈദവ ഒരുത്തന് മറന്നോ എന്ന് വെച്ചോ, ഏത് സാരി രാത്രി മറന്നാൽ രാവിലെ കഥ കിട്ടാൻ. ഈ ഒരു ഓപ്ഷനും കൊണ്ട് എല്ലാവരും മറക്കാൻ നിൽക്കരുത് കേട്ടോ. 1 മുതൽ 8 വരെ ഹാമീൻ എന്നിട്ട് റബ്ബുക്കും റബ്ബാബായിക്കുമല്ല, ഇത് നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. ഇതെല്ലാ കൊല്ലവും അൽഹംദുലില്ലാഹ് ഞാനിവിടെ വന്നിട്ട് 38-ാമത്തെ വർഷം പറയുന്നുണ്ട്. 39-ാമത്തെ കൊല്ലായിരുന്നു. അടുത്ത കൊല്ലം ഉണ്ടാവും നമുക്ക് ദൂരാഴ്ച നമുക്ക് അറിയില്ല.